തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അന്നൊരു വാക്ക് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ജില്ല ഞങ്ങൾ തൂത്തുവാരും. തെരഞ്ഞെടുപ്പിൻ്റെ ഒരാഴ്ച മുമ്പാണ് പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ല പറഞ്ഞത്. അത്രമാത്രം ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു. കഠിനാധ്വാനം ചെയ്തു, ഒരു സംശയക്കാരില്ല, കഠിനാധ്വാനം ചെയ്തു. ഊണില്ലാതെ, ഉറക്കമില്ലാതെ, വിശ്രമമില്ലാതെ, നേതാവെന്നോ അനുയായി എന്നോ വ്യത്യാസമില്ലാതെ ഓരോരുത്തരെയും കേട്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അത് ആവർത്തിക്കാൻ പോവാണ്. അതും ഞാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു പുതുയുഗ യാത്ര നടത്തി. നിങ്ങളെ മണ്ഡലത്തിൽ വന്നിരുന്നല്ലോ. 16 നിയമസഭാ മണ്ഡലങ്ങളിലും അഷ്റഫൊക്കെ അത് തീരുമാനിച്ചതിന് ശേഷം എല്ലാ മണ്ഡലങ്ങളിലും പോയിട്ട് ആ പരിപാടി വിജയിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. അജയ് മോഹനും അതുപോലെ തന്നെ അഷ്റഫൊക്കെ ഗംഭീരമായി നമ്മൾ ഏറ്റെടുത്തു ആ ജാഥ. ഞാൻ അന്ന് എൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ, എൻ്റെ നിയമസഭ വള്ളിക്കുന്നിൽ ജാഥ കടന്നു വന്നപ്പോൾ ഞാൻ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ പോയിരുന്ന ആളാണ്. ഞാൻ MLA-മാർക്ക് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ അവസരം കൊടുക്കും. MLA എന്നുള്ള നിലക്ക് എൻ്റെ മണ്ഡലത്തിലെ പരിപാടിയിൽ ഞാൻ അന്ന് പ്രതിപക്ഷ നേതാവ് അവിടെ വേദിയിലിരിക്കെ തന്നെ ഞാൻ സംസാരിച്ചു. അഷ്റഫിനറിയാം, ബാബുരാജ പരിപാടികളെന്ന് കേട്ടിട്ടുണ്ടാവും. പ്രതിപക്ഷ നേതാവ് എല്ലാ സമയത്തും പറയാറുണ്ട് 100+ സീറ്റുകൾ ഞങ്ങൾ നേടുമെന്ന് പറയാറുണ്ട്. 100+ സീറ്റുകൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി നേടിയിരിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന ആളായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഞാൻ അവിടെ വെച്ച് ആ സ്റ്റേജിൽ വെച്ചിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു, മലപ്പുറം ഒഴിച്ചുള്ള ജില്ലകളിൽ 84 സീറ്റ് നിങ്ങൾ ഉണ്ടാക്കിക്കോ. 84 സീറ്റ്. അവശേഷിക്കുന്ന 16 സീറ്റുകളിൽ 16 സീറ്റും മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്ക് നൽകും, നിങ്ങളുടെ കയ്യിൽ തരുമെന്ന് ഞാനവിടെ സാക്ഷി നിർത്തിയാൽ പറയുകയുണ്ടായി. അതിവിടെ സംഭവിക്കാൻ പോവുക. അതിവിടെ സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ വെറുതെ പറയുന്നത്, വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഈ സ്റ്റേജിൻ്റെ മുമ്പിലിരുന്ന് നിങ്ങളൊക്കെ സാക്ഷി നിർത്തി ഞാൻ പറയണേ.